അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ അനധികൃത ജൂത കുടിയേറ്റം വ്യാപിപ്പിക്കാൻ നീക്കം തുടങ്ങി ഇസ്രായേൽ. ജൂത കുടിയേറ്റക്കാർക്ക് 1000-ഓളം പുതിയ വീടുകൾ നിർമ്മിക്കാനാണ് ശ്രമം. ദ്വിരാഷ്ട്രവാദം ഉയർത്തുന്ന ഇസ്രായേലിലെ പീസ് നൗ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇഫ്രാത്ത് കുടിയേറ്റ ജനസംഖ്യ 40% വർദ്ധിപ്പിക്കാനും ഫലസ്തീൻ നഗരമായ ബത്ലഹേമിൻ്റെ വികസനം തടയാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി. കരാർ നൽകുകയും അനുമതി നൽകുകയും ചെയ്യുന്നതോടെ വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമാകുമെന്ന് പീസ് നൗ ഏജൻസിയുടെ കുടിയേറ്റ പ്രവർത്തനം നിരീക്ഷിക്കുന്ന സംഘത്തിൻ്റെ തലവനായ ഹക്കിത്ത് ഒഫ്രാൻ പറയുന്നു. എന്നാൽ കരാർ നൽകുന്നതിനും പെർമിറ്റ് അനുവദിക്കുന്നതിനും 1 വർഷത്തോളം എടുക്കുമെന്നാണ് സൂചന. ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേൽ ജനത ആഗ്രഹിക്കുമ്പോൾ സമാധാനവും വിട്ടുവീഴ്ചയ്ക്കുള്ള അവസരവും ഇല്ലാതാക്കുന്ന നീക്കമാണ് നെതന്യാഹു സർക്കാർ നടത്തുന്നതെന്ന് ആരോപിക്കുകയും ചെയ്തു പീസ് നൗ. വെസ്റ്റ് ബാങ്കിൽ ഇതിനകം 100-ലേറെ കുടിയേറ്റ മേഖലകൾ ഇസ്രായേൽ നിർമ്മിച്ചിട്ടുണ്ട്. ചെറിയ ടൗണുകളും ഭവന സമുച്ചയങ്ങളും ഷോപ്പിംഗ് മാളുകളും പാർക്കുകളും ഉൾപ്പെടുന്നതാണ് ഇസ്രായേൽ കുടിയേറ്റ മേഖലകൾ. 30 ലക്ഷത്തോളം ഫലസ്തീനികൾ കഴിയുന്ന അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിൽ 5 ലക്ഷത്തിലേറെ ജൂത കുടിയേറ്റക്കാരാണ് ഉള്ളത്. ഇവർക്കെല്ലാം ഇസ്രായേൽ പൗരത്വമുണ്ട്. ഫലസ്തീനികളോട് ഇസ്രായേൽ വിവേചനം കാണിക്കുന്നുവെന്ന് നിരവധി മനുഷ്യാവകാശ ഏജൻസികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു.